ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ശനിയാഴ്ച എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കായി പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന GK ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സാണ് ഇന്ന്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ. സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ. വക്രാനങ്ങൽ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്? സത്ലജ്. വക്രാനങ്ങൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിലാണ്. കുടുംബശ്രീ വഴി കേരളത്തിൽ നടപ്പിലാക്കിയ ജൈവ പാട്ടകൃഷി സമ്പ്രദായം ഏതാണ്? ഹരിതശ്രീ. കുടുംബശ്രീ വഴി കേരളത്തിൽ നടപ്പിലാക്കിയ ജൈവ പാട്ടകൃഷി സമ്പ്രദായമാണ് ഹരിതശ്രീ. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ്? പരുത്തി. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണവുമാണ്. രാജീവ് ഗാന്ധി അക്ഷയ ഊർജ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 20. രാജീവ് ഗാന്ധി അക്ഷയ ഊർജ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 20-നാണ്. 2023 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരെല്ലാമാണ്? VP അപ്പുക്കുട്ടൻ പൊതുവാൾ, CI ഐസക്, ചെറുവയൽ K രാമൻ, SRD പ്രസാദ് എന്നിവരാണ്. 2023 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ VP അപ്പുക്കുട്ടൻ പൊതുവാൾ, CI ഐസക്, ചെറുവയൽ K രാമൻ, SRD പ്രസാദ് എന്നിവരാണ്. വിക്രം സാരാഭായി സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടർ ആരാണ്? ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ. വിക്രം സാരാഭായി സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടർ ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായരാണ്. 2022 2020 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഇംഗ്ലണ്ടാണ്. 2022 2020 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഇംഗ്ലണ്ടാണ്. ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞ ആരാണ്? VR ലളിതാംബിക. ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞ VR ലളിതാംബികയാണ്. ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനിക അഭ്യാസമായ ഫ്രിഞ്ചെക്സ് 23ന്റെ വേദി തിരുവനന്തപുരമാണ്. ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനിക അഭ്യാസമായ ഫ്രിഞ്ചെക്സ് 23യുടെ വേദി തിരുവനന്തപുരമാണ്. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ്? ഓസ്ട്രേലിയയിലെ വിക്ടോറിയ. 2026 കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിലാണ്. ആപേക്ഷിക സിദ്ധാന്തം തമോഗർത്തങ്ങളുടെ രൂപീകരണത്തെ സഹായിക്കുന്നു എന്ന് തെളിയിച്ചതിന് 2020 ഭൗതിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച വ്യക്തി ആരാണ്? റോജർ പെൻറോസ്. ആപേക്ഷിക സിദ്ധാന്തം തമോഗർത്തങ്ങളുടെ രൂപീകരണത്തെ സഹായിക്കുന്നു എന്ന് തെളിയിച്ചതിന് 2020 ഭൗതിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച വ്യക്തി റോജർ പെൻറോസ് ആണ്. ലോഹങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് മെറ്റലർജി. ലോഹങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് മെറ്റലർജി എന്നാണ്. സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം എന്താണ്? അൽനിക്കോ. സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം അൽനിക്കോയാണ്. പാരാലിമ്പിക്സിൽ ഹൈജമ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം ആരാണ്? മാരിയപ്പൻ തങ്കവേലു. പാരാലിമ്പിക്സിൽ ഹൈജമ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം മാരിയപ്പൻ തങ്കവേലു ആണ്. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ചട്ടമ്പി സ്വാമികളാണ്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ ആരാണ്? AK ഗോപാലൻ. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ AK ഗോപാലനാണ്. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ നിലവിൽ വന്ന വർഷം ഏതാണ്? 1982. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ നിലവിൽ വന്ന വർഷം 1982 ആണ്. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് ബംഗളൂരു ആണ്. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് ബംഗളൂരു ആണ്. സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വയനാട്. സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാടാണ്. GST ഇന്ത്യയിൽ നിലവിൽ വന്നത് 2017 ജൂലൈ 1-നാണ്. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1. സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്രയാണ്? 65 വയസ്സ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 65 വയസ്സാണ്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയാണ്?
ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ്. ഇന്ത്യൻ ഭരണഘടന മൗലിക കടമകൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നുമാണ്? സോവിയറ്റ് യൂണിയൻ. ഇന്ത്യൻ ഭരണഘടന മൗലിക കടമകൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ്. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്നതിനെതിരായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്നതിനെതിരായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? വി വേണു. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി വി വേണുവാണ്. സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി. സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ചെയർമാൻ എപ്പോഴും മുഖ്യമന്ത്രിയായിരിക്കും. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷൻ ആരാണ്? എം ഷാജർ. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷൻ എം ഷാജറാണ്. കേരള ലോകായുക്ത നിയമം നിലവിൽ വന്നത് 1998 നവംബർ 15-നാണ്. കേരള ലോകായുക്ത നിയമം നിലവിൽ വന്നത് 1998 നവംബർ 15-നാണ്. കേരള ലോകായുക്ത നിയമം പാസ്സാക്കിയത് 1999-ലുമാണ്. കേരളത്തിൻ്റെ നികുതിയേതര വരുമാനത്തിൻ്റെ മുഖ്യ സ്രോതസ്സ് ലോട്ടറിയിൽ നിന്നുള്ള വരുമാനമാണ്. കേരളത്തിൻ്റെ നികുതിയേതര വരുമാനത്തിൻ്റെ മുഖ്യ സ്രോതസ്സ് ലോട്ടറിയാണ്. ദേശീയ ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2005. ദേശീയ ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്ന വർഷം 2005-ആണ്. ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത് ആചാര്യ വിനോബ ഭാവെയാണ്. ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത് ആചാര്യ വിനോബ ഭാവെയാണ്. കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വനിതാ ശാക്തീകരണം. കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനവും വനിതാ ശാക്തീകരണവും. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള അന്തർദേശീയ കരാർ ഏതാണ്? റംസാർ കൺവെൻഷൻ. തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള അന്തർദേശീയ കരാറാണ് റംസാർ കൺവെൻഷൻ. ITAT സ്കൂൾ പദ്ധതിയിലൂടെ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ചാനൽ ഏതാണ്? വിക്ടേഴ്സ്. ITAT സ്കൂൾ പദ്ധതിയിലൂടെ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ചാനലാണ് വിക്ടേഴ്സ്. ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയുള്ള സമഗ്ര പദ്ധതി ഏതാണ്? മഴവില്ല്. ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയുള്ള സമഗ്ര പദ്ധതിയാണ് മഴവില്ല്. വർണ്ണാന്ധത ഉള്ളവർക്ക് തിരിച്ചറിയാനാവാത്ത നിറങ്ങൾ ഏതൊക്കെയാണ്? ചുവപ്പും പച്ചയും. വർണ്ണാന്ധത ഉള്ളവർക്ക് തിരിച്ചറിയാനാവാത്ത നിറങ്ങൾ ചുവപ്പും പച്ചയുമാണ്. രക്തഗ്രൂപ്പുകൾ, RH ഘടകം എന്നിവ കണ്ടെത്തിയ ആരാണ്? കാൾ ലാൻഡ്സ്റ്റൈനറാണ്. രക്തഗ്രൂപ്പുകൾ, RH ഘടകം എന്നിവ കണ്ടെത്തിയത് കാൾ ലാൻഡ്സ്റ്റൈനറാണ്. ഒരു പ്രാവശ്യം ദാനം ചെയ്യാവുന്ന രക്തത്തിൻ്റെ അളവ് എത്രയാണ്? 300 മില്ലി. ഒരു പ്രാവശ്യം ദാനം ചെയ്യാവുന്ന രക്തത്തിൻ്റെ അളവ് 300 മില്ലി ആണ്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14-ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുമാണ്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14-ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുമാണ്. വിക്ഷേപണ വാഹനം ഏതായിരുന്നു? LVM-3 M4 റോക്കറ്റ്. ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണ വാഹനം LVM-3 M4 റോക്കറ്റ് ആയിരുന്നു. ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിയത് എന്നാണ്? 2023 ഓഗസ്റ്റ് 5-ന്. ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിയത് 2023 ഓഗസ്റ്റ് 5-നാണ്. ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതെന്നാണ്? 2023 ഓഗസ്റ്റ് 23-ന്. ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് 2023 ഓഗസ്റ്റ് 23-നാണ്. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ശിവശക്തി പോയിന്റ്. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് ശിവശക്തി പോയിന്റ് എന്ന പേരിലാണ്. ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ്? ഓഗസ്റ്റ് 23. ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഓഗസ്റ്റ് 23-ആണ്. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2-നാണ്. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2-നാണ്.
വിക്ഷേപണ വാഹനം PSLV C-57 ആണ്. ആദിത്യ L1ന്റെ പ്രോജക്ട് ഡയറക്ടർ ആരായിരുന്നു? നിഗർ ഷാജി. ആദിത്യ L1ന്റെ പ്രോജക്ട് ഡയറക്ടർ നിഗർ ഷാജിയും മിഷൻ ഡയറക്ടർ SR ബിജുവുമായിരുന്നു. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പുതുക്കിയ പേരെന്താണ്? PM പോഷൻ. സർക്കാർ എയ്ഡഡ് സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പുതുക്കിയ പേര് PM പോഷൻ എന്നാണ്. G20 2023 ഉച്ചകോടിയുടെ പ്രമേയം എന്തായിരുന്നു? വസുദൈവ കുടുംബകം. G20 2023 ഇന്ത്യയിൽ വെച്ച് നടന്ന ഉച്ചകോടിയുടെ പ്രമേയം വസുദൈവ കുടുംബകം എന്നായിരുന്നു. 2023 G20 ഉച്ചകോടിയുടെ ആദ്യ ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്ന സ്ഥലം തിരുവനന്തപുരമാണ്. 2023 G20 ഉച്ചകോടിയുടെ ആദ്യ ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്ന സ്ഥലം തിരുവനന്തപുരമാണ്. 2023 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു? അബ്ദുൾ ഫത്ത അൽ സിസി. ഈജിപ്ഷ്യൻ പ്രസിഡന്റായിരുന്ന അബ്ദുൾ ഫത്ത അൽ സിസി ആയിരുന്നു 2023 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി. 2022 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? 4. 2022 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം 4 ആയിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം നരേന്ദ്രമോദി സ്റ്റേഡിയമാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദിലെ മൊട്ടേരയിലുള്ള നരേന്ദ്രമോദി സ്റ്റേഡിയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം. 2023 ലോകകപ്പ് ക്രിക്കറ്റ് വേദി ഇന്ത്യയായിരുന്നു. ഇന്ത്യയിൽ വെച്ചാണ് 2023 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരം നടന്നത്. വിജയികൾ ഓസ്ട്രേലിയയാണ്. ഇന്ത്യയാണ് ഫൈനലിൽ ഓസ്ട്രേലിയ പരാജയപ്പെടുത്തിയത്. 2023 പുരുഷ ഹോക്കി ലോകകപ്പ് ജേതാക്കൾ ജർമ്മനിയാണ്. 2023 പുരുഷ ഹോക്കി ലോകകപ്പ് ജേതാക്കൾ ജർമ്മനിയാണ്. അടുത്തിടെ ഇന്ത്യൻ പൗരത്വം തിരികെ ലഭിച്ച ബോളിവുഡ് നടൻ ആരാണ്? അക്ഷയ് കുമാർ. അടുത്തിടെ ഇന്ത്യൻ പൗരത്വം തിരികെ ലഭിച്ച ബോളിവുഡ് നടൻ അക്ഷയ് കുമാറാണ്. കോഴിക്കോട് നടന്ന 61ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായത് കോഴിക്കോട് ജില്ല തന്നെയാണ്. കോഴിക്കോട് ജില്ലയിൽ നടന്ന 61ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായത് കോഴിക്കോട് തന്നെയാണ്. 2022 കൊച്ചിയിൽ നിന്നും 14 രാജ്യങ്ങളിലേക്ക് പര്യടനത്തിനായി പുറപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പായ്ക്കപ്പൽ ഏതാണ്? INS തരങ്കിണി. 2022 കൊച്ചിയിൽ നിന്നും 14 രാജ്യങ്ങളിലേക്ക് പര്യടനത്തിനായി പുറപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പായ്ക്കപ്പൽ INS തരങ്കിണിയാണ്. 2023 പത്മപ്രഭ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രനാണ്. 2023 പത്മപ്രഭ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രൻ. 2022 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് മമ്മൂട്ടിയെയും മികച്ച നടിയായി തിരഞ്ഞെടുത്തത് വിൻസി അലോഷ്യസിനെയുമാണ്. 2022 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് മമ്മൂട്ടിയെ, മികച്ച നടിയായി തിരഞ്ഞെടുത്തത് വിൻസി അലോഷ്യസിന്. ഇന്ത്യയിൽ പോക്സോ നിയമം പ്രാബല്യത്തിൽ വന്നത് 2012 നവംബർ 14 ഇന്ത്യയിൽ പോക്സോ നിയമം പ്രാബല്യത്തിൽ വന്നത് 2012 നവംബർ 14 കേരളത്തിൽ സേവനാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 2012 നവംബർ 1. കേരളത്തിൽ സേവനാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2012 നവംബർ 1 കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ ആരാണ്? P. സതീദേവി. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ P. സതീദേവിയാണ്. ശിവജിയുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന മന്ത്രിസഭയുടെ പേരെന്താണ്? അഷ്ടപ്രധാൻ. ശിവജിയുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന മന്ത്രിസഭയുടെ പേര് അഷ്ടപ്രധാൻ എന്നായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. വന്ദേമാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ്? ആനന്ദമഠം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നുമാണ് വന്ദേമാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത്. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ചൂഷണത്തെ ചിത്രീകരിച്ച ദീനബന്ധു മിത്രയുടെ നാടകം ഏതാണ്? നീൽ ദർപ്പൺ. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ചൂഷണത്തെ ചിത്രീകരിച്ച ദീനബന്ധു മിത്രയുടെ നാടകമാണ് നീൽ ദർപ്പൺ. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്ന ആരാണ്?
അരുണ ആസിഫ് അലിയാണ്. കിറ്റിൻ്റെ സമരനായിക എന്നറിയപ്പെടുന്നത് അരുണ ആസിഫ് അലിയാണ്. കേന്ദ്ര ഗവൺമെൻറ് ദേശീയ വിദ്യാഭ്യാസ നയം 2020 അംഗീകാരം നൽകിയത് 2020 ജൂലൈ 29 കേന്ദ്ര ഗവൺമെൻറ് ദേശീയ വിദ്യാഭ്യാസ നയം 2020 അംഗീകാരം നൽകിയത് 2020 ജൂലൈ 29 ഡോക്ടർ കസ്തൂരി രംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഘടന എപ്രകാരമാണ്? 5+3+3+4. ഡോക്ടർ കസ്തൂരി രംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഘടന 5+3+3+4 എന്ന പ്രകാരമാണ്. മനുഷ്യനിലുള്ള പൂർണ്ണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദനാണ്. മനുഷ്യനിലുള്ള പൂർണ്ണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദനാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? സെപ്റ്റംബർ 16. ലോക ഓസോൺ ദിനമായി ആചരിക്കുന്ന ദിനം സെപ്റ്റംബർ 16. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. കര അതിർത്തി ഏറ്റവും കുറവുള്ള രാജ്യം അഫ്ഗാനിസ്ഥാനുമാണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ബംഗ്ലാദേശും കുറവ് അഫ്ഗാനിസ്ഥാനുമാണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ചൈനയാണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചൈനയാണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ആരാണ്? എം വിശ്വേശ്വരയ്യ. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യയാണ്. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് എന്നാണ്? 2008 നവംബർ 4. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008 നവംബർ 4. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? ഉത്തര മഹാസമുദ്രം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഉത്തര മഹാസമുദ്രമാണ്. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? അപ്പിക്കോ പ്രസ്ഥാനം. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് അപ്പിക്കോ പ്രസ്ഥാനം. 2020 ജൂലൈയിൽ ഇന്ത്യ ഫ്രാൻസിൽ നിന്നും വാങ്ങിയ യുദ്ധവിമാനം ഏതാണ്? റഫാൽ. 2020 ജൂലൈയിൽ ഇന്ത്യ ഫ്രാൻസിൽ നിന്നും വാങ്ങിയ യുദ്ധവിമാനമാണ് റഫാൽ. 2022 പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാന സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സേവനമാണ് കേരള സവാരി. 2022 പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാന സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സേവനമാണ് കേരള സവാരി. 37ാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഏതാണ്? മോഗ എന്ന കാട്ടുപോത്ത്. 37ാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം മോഗ എന്ന കാട്ടുപോത്താണ്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിരുന്നതിൻ്റെ റെക്കോർഡിന് അർഹനായ മുൻ കേരള മുഖ്യമന്ത്രി ആരാണ്? ഉമ്മൻചാണ്ടി. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിരുന്നതിൻ്റെ റെക്കോർഡ് മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കാണ്. ഉമ്മൻചാണ്ടി അന്തരിച്ചത് 2023 ജൂലൈ 18. 2023 G20 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏതാണ്? ഇന്ത്യ. 2023 G20 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഇന്ത്യയാണ്. ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ്? മെയ് 31. ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31. അംബേദ്കർ എ ലൈഫ് എന്ന പേരിൽ അംബേദ്കറുടെ ജീവചരിത്രം രചിച്ചതാരാണ്? ശശി തരൂർ. അംബേദ്കർ എ ലൈഫ് എന്ന പേരിൽ അംബേദ്കറുടെ ജീവചരിത്രം രചിച്ചത് ശശി തരൂരാണ്. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേരെന്താണ്? കാലം സാക്ഷി. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേര് കാലം സാക്ഷി എന്നാണ്. മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1963. മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ച വർഷം 1963. സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? കുട്ടനാട്. സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രദേശം കുട്ടനാടാണ്. കയ്യൂർ സമരം നടന്ന വർഷം ഏതാണ്? 1941. കാസർഗോഡ് ജില്ലയിലാണ് 1941 കയ്യൂർ സമരം നടന്നത്. നയി താലീം എന്ന വിദ്യാഭ്യാസ പദ്ധതി വിഭാവനം ചെയ്ത ആരാണ്? മഹാത്മാഗാന്ധി. നയി താലീം എന്ന വിദ്യാഭ്യാസ പദ്ധതി വിഭാവനം ചെയ്തത് മഹാത്മാഗാന്ധിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആരാണ്? ശ്യാം ശരൺ നേഗി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ശ്യാം ശരൺ നേഗിയാണ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? ഹീമോഗ്ലോബിൻ. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഹീമോഗ്ലോബിനാണ്.
ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? നീലഗിരി. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരിയാണ്. മനുഷ്യൻ്റെ ആമാശയത്തിലുള്ള ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. മനുഷ്യൻ്റെ ആമാശയത്തിലുള്ള ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. സുതാര്യ കേരളം പദ്ധതി നടപ്പിലാക്കിയ കേരള മുഖ്യമന്ത്രി ആരാണ്? ഉമ്മൻചാണ്ടി. സുതാര്യ കേരളം പദ്ധതി നടപ്പിലാക്കിയ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. കേരള വാൽമീകി എന്നറിയപ്പെടുന്ന ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. നിലവിലെ ISRO ചെയർമാൻ ആരാണ്? എസ് സോമനാഥ്. നിലവിലെ ISROയുടെ ചെയർമാൻ മലയാളിയായ എസ് സോമനാഥാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹിമപീഠഭൂമി സിയാച്ചിനാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹിമപീഠഭൂമി സിയാച്ചിനാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് ജില്ലയാണ്. 12 നദികളാണ് കാസർഗോഡ് ജില്ലയിൽ ഒഴുകുന്നത്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയുടെ പേരെന്താണ്? എൻ്റെ നാടുകടത്തൽ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. വ്യക്തമായ കാഴ്ചശക്തിക്കുള്ള ഏറ്റവും കുറഞ്ഞ അകലം 25 സെൻറ്റിമീറ്ററാണ്. വ്യക്തമായ കാഴ്ചശക്തിക്കുള്ള ഏറ്റവും കുറഞ്ഞ അകലം 25 സെൻറ്റിമീറ്ററാണ്. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206 ആണ്. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206. ഇന്ത്യയിലെ ആകെ ബയോസ്ഫിയർ റിസർവുകളുടെ എണ്ണം എത്രയാണ്? 18. ഇന്ത്യയിലെ ആകെ ബയോസ്ഫിയർ റിസർവുകളുടെ എണ്ണം 18 ആണ്. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയായ മൃതസഞ്ജീവനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മോഹൻലാൽ. മൃതസഞ്ജീവനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലാണ്. ഇന്ത്യയുടെ പ്രഥമ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരായിരുന്നു? ബിപിൻ റാവത്ത്. ഇന്ത്യയുടെ പ്രഥമ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ബിപിൻ റാവത്താണ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2005 ഒക്ടോബർ 12. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തിയത് 1976 42-ാം ഭേദഗതിയിലൂടെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തിയത് 1976-ലെ 42-ാം ഭേദഗതിയിലൂടെയാണ്. ആരവല്ലി പർവ്വതനിരയിലെ പ്രസിദ്ധ സുഖവാസ കേന്ദ്രം ഏതാണ്? മൗണ്ട് അബു. ആരവല്ലി പർവ്വതനിരയിലെ പ്രസിദ്ധ സുഖവാസ കേന്ദ്രം രാജസ്ഥാനിലെ മൗണ്ട് അബു ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സെൻസസ് നടന്ന വർഷം 1951 ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സെൻസസ് നടന്നത് 1951-ലാണ്. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം എറണാകുളത്തെ ബ്രഹ്മപുരമാണ്. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം എറണാകുളത്തെ ബ്രഹ്മപുരമാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സവർണജാഥ നയിച്ചതാരാണ്? മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. ഇന്ത്യയിൽ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ആദ്യ ജില്ല കണ്ണൂർ ജില്ലയാണ്. ഇന്ത്യയിൽ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ആദ്യ സംസ്ഥാനം കേരളവും ആദ്യ ജില്ല കണ്ണൂരുമാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ PM മുബാറക് ഷാ. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആസ്ഥാനം കൊല്ലം ജില്ലയിലാണ്. ഇതിൻ്റെ പ്രഥമ വൈസ് ചാൻസലർ ഡോക്ടർ PM മുബാറക് ഷായാണ്. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മലപ്പുറം. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം മലപ്പുറമാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മടക്കുപർവ്വതം ഏതാണ്? ആരവല്ലി പർവ്വതനിര. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മടക്കുപർവ്വതം ആരവല്ലി പർവ്വതനിരയാണ്. 11 മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 51A. ഭാഗം 4A-യിൽ ആർട്ടിക്കിൾ 51A ആയിട്ടാണ് മൗലിക കടമകളെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി ആരാണ്? ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമരിയ. നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയയാണ്.
ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ദൗത്യം ഏതാണ്? ക്യാബിനറ്റ് മിഷൻ. 1946 ക്യാബിനറ്റ് മിഷനാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ദൗത്യം. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്? ഭാഗം 2. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം 2-ലാണ്. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം 3-ലാണ്. നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 4-ലുമാണ്. ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 280. ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 280 ഭ്രംശ താഴ്വരകളിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? നർമ്മദ. ഭ്രംശ താഴ്വരകളിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി നർമ്മദയാണ്. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയും നർമ്മദയാണ്. 2023 മെയ് മാസം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ്? മോക്ക. 2021 മെയ് മാസം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മോക്ക. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴ അറിയപ്പെടുന്നത് ഇടവപ്പാതി എന്ന പേരിലാണ്. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴ അറിയപ്പെടുന്നത് ഇടവപ്പാതി അല്ലെങ്കിൽ കാലവർഷം എന്നും പറയും. ഇന്ത്യയിൽ ആദ്യ ബഹിരാകാശ ടെലിസ്കോപ്പ് ഏതാണ്? ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ടെലിസ്കോപ്പ് ആസ്ട്രോസാറ്റ് ആണ്. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ടെലിസ്കോപ്പ് ആസ്ട്രോസാറ്റ് ആണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക പരിശീലന കേന്ദ്രം ഏതാണ്? ഏഴിമല നാവിക അക്കാദമി, കണ്ണൂർ. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക പരിശീലന കേന്ദ്രം കണ്ണൂർ ജില്ലയിലെ ഏഴിമല നാവിക അക്കാദമിയാണ്. 2023 നടന്ന ഏഷ്യൻ ഗെയിംസിന്റെ വേദി ചൈനയിലെ ഹാങ്ഷു ആയിരുന്നു. 2023 നടന്ന ഏഷ്യൻ ഗെയിംസിന്റെ വേദി ചൈനയിലെ ഹാങ്ഷു ആയിരുന്നു. 2023 ഓസ്കാർ പുരസ്കാരത്തിൽ ബെസ്റ്റ് ഒറിജിനൽ സോങ്ങായി തിരഞ്ഞെടുക്കപ്പെട്ടത് RRR സിനിമയിലെ നാട്ടു നാട്ടു എന്ന സോങ്ങാണ്. ഇതിൻ്റെ സംഗീത സംവിധായകൻ MM കീരവാണിയായിരുന്നു. 2023 ഓസ്കാർ പുരസ്കാരത്തിൽ ബെസ്റ്റ് ഒറിജിനൽ സോങ്ങായി തിരഞ്ഞെടുത്തത് RRR സിനിമയിലെ നാട്ടു നാട്ടു എന്ന പാട്ടാണ്. ഇതിൻ്റെ സംഗീത സംവിധാനം MM കീരവാണിയായിരുന്നു. 2022 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ദാമോദർ മൗസോയാണ്. 2022 ജ്ഞാനപീഠ പുരസ്കാര ജേതാവാരാണ്? ദാമോദർ മൗസോ. ആഴക്കടൽ പര്യവേഷണത്തിനായി മനുഷ്യനെ അയക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതി ഏതാണ്? സമുദ്രയാൻ. ആഴക്കടൽ പര്യവേഷണത്തിനായി മനുഷ്യനെ അയക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് സമുദ്രയാൻ. 2021 കോപ്പ അമേരിക്ക ജേതാക്കൾ അർജന്റീനയാണ്. 2021 കോപ്പ അമേരിക്ക ജേതാക്കൾ അർജന്റീനയാണ്. 2022 ഫിഫ വേൾഡ് കപ്പ് ജേതാക്കളും അർജന്റീന തന്നെയാണ്. 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ അർജന്റീനയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ചെവിയിലെ അസ്ഥിയായ സ്റ്റേപ്പിസ് ആണ്. സ്മൃതിനാശരോഗം എന്നറിയപ്പെടുന്നത് അൾഷിമേഴ്സ് ആണ്. സ്മൃതിനാശരോഗം എന്നറിയപ്പെടുന്നത് അൾഷിമേഴ്സ് ആണ്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഔഷധം ഏതാണ്? റിസർപ്പിൻ. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഔഷധം റിസർപ്പിനാണ്. അന്താരാഷ്ട്ര കടുവാ ദിനം എന്നാണ്? ജൂലൈ 29. അന്താരാഷ്ട്ര കടുവാ ദിനം ജൂലൈ 29 ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? ഫ്ലിൻറ്റ് ഗ്ലാസ്. ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഗ്ലാസ് ഫ്ലിൻറ്റ് ഗ്ലാസ് ആണ്. ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ കല്ല് കയ്യിൽ പ്രയോഗിക്കുന്ന ബലമാണ് അപകേന്ദ്ര ബലം. ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ കല്ല് കയ്യിൽ പ്രയോഗിക്കുന്ന ബലമാണ് അപകേന്ദ്ര ബലം. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ഏതാണ്? ടൈറ്റാനിയം. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ടൈറ്റാനിയമാണ്. ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് പ്രമേഹം ഉണ്ടാകുന്നത്? ആഗ്നേയ ഗ്രന്ഥിയുടെ. ആഗ്നേയ ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് പ്രമേഹം എന്ന രോഗം ഉണ്ടാകുന്നത്. സർവ്വവിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെട്ടത് ആരാണ്? ചട്ടമ്പിസ്വാമികൾ. സർവ്വവിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെട്ടത് ചട്ടമ്പിസ്വാമികളാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഏതാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? സിന്ധു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധു നദിയാണ്.
കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെട്ട കേരളത്തിലെ ആദ്യ നിയമസഭാ അംഗം ആരാണ്? ബാലകൃഷ്ണപിള്ള. കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെട്ട കേരളത്തിലെ ആദ്യ നിയമസഭാ അംഗം ബാലകൃഷ്ണപിള്ളയാണ്. നിലവിൽ പാർലമെന്റിലേക്ക് എത്ര അംഗങ്ങളെ രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാം? 12 അംഗങ്ങളെ. ഇത് രാജ്യസഭയിലേക്കാണ് 12 അംഗങ്ങളെ രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാൻ കഴിയുന്നത്. ഇന്ത്യൻ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ BR അംബേദ്കർ ആയിരുന്നു. ഇന്ത്യൻ ദേശീയ പതാക അംഗീകരിച്ചത് എന്നാണ്? 1947 ജൂലൈ 22. ഇന്ത്യൻ ദേശീയ പതാക അംഗീകരിച്ചത് 1947 ജൂലൈ 22 ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2010 ഏപ്രിൽ 1. ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയെ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 21A. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ആർട്ടിക്കിൾ 21A ആണ്. ഇന്ത്യയിൽ ആദ്യമായി 4G സംവിധാനം നിലവിൽ വന്ന നഗരം ഏതാണ്? കൊൽക്കത്ത. ഇന്ത്യയിൽ ആദ്യമായി 4G സംവിധാനം നിലവിൽ വന്ന നഗരം കൊൽക്കത്തയാണ്. ഇന്ത്യയിൽ ടെലിഗ്രാഫ് അല്ലെങ്കിൽ കമ്പി തപാൽ അവസാനിപ്പിച്ച വർഷം ഏതാണ്? 2013 ജൂലൈ 15. ഇന്ത്യയിൽ ടെലിഗ്രാഫ് അല്ലെങ്കിൽ കമ്പി തപാൽ സംവിധാനം അവസാനിപ്പിച്ചത് 2013 ജൂലൈ 15. മെട്രോ മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ്? E. ശ്രീധരൻ. മെട്രോ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് E. ശ്രീധരനാണ്. ഇന്ത്യയിൽ അവസാനമായി നോട്ട് നിരോധനം നടത്തിയ വർഷം ഏതാണ്? 2016. ഇന്ത്യയിൽ അവസാനമായി നോട്ട് നിരോധനം നടത്തിയത് 2016. ടൂറിസം ഒരു വ്യവസായമായി അംഗീകരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. ടൂറിസത്തെ ഒരു വ്യവസായമായി അംഗീകരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്. കേരള ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? അങ്കമാലി. കേരള ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം എറണാകുളം ജില്ലയിലെ അങ്കമാലിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂരും കശുവണ്ടി ഫാക്ടറികളൊക്കെ ഉള്ള കശുവണ്ടി വ്യവസായം കൂടുതൽ നടക്കുന്ന ജില്ല കൊല്ലവുമാണ്. ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന സ്ഥലം അഹമ്മദാബാദാണ്. ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ അഹമ്മദാബാദാണ്. തെക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ ആണ് കോയമ്പത്തൂർ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരെന്താണ്? വാർധാ പദ്ധതി. ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധാ പദ്ധതി. ഹിതകാരിണി സമാജം എന്ന സംഘടന സ്ഥാപിച്ചതാരാണ്? വീരേശലിംഗം പന്തുലു. ഹിതകാരിണി സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് വീരേശലിംഗം പന്തുലു ആണ്. സംവാദ് കൗമുദി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച ആരാണ്? രാജാറാം മോഹൻ റോയ്. സംവാദ് കൗമുദി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. സുപ്രീം കോടതിയുടെ 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? DY ചന്ദ്രചൂഡ്. സുപ്രീം കോടതിയുടെ 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് DY ചന്ദ്രചൂഡ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന മാസം ഏതാണ്? ഏപ്രിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന മാസം ഏപ്രിലാണ്. ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രതിഭാസം ഏതാണ്? മൺസൂൺ കാറ്റുകൾ. ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രതിഭാസം മൺസൂൺ കാറ്റുകളാണ്. ജാതിക്കുമ്മി എന്ന കൃതി രചിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. ജാതിക്കുമ്മി എന്ന കൃതി രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. സമപന്തിഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. സമപന്തിഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികളാണ്. പ്രഥമ ലോക കേരള സഭയുടെ വേദി എവിടെയായിരുന്നു? തിരുവനന്തപുരം. പ്രഥമ ലോക കേരള സഭയുടെ വേദി തിരുവനന്തപുരമാണ്. എത്രാമത്തെ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് 2024 നടന്നത്? 18ാം ലോക്സഭയിലേക്ക്. 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് 2024 നടന്നത്. ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളി ആരാണ്? PR ശ്രീജേഷ്. ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളി PR ശ്രീജേഷ് ആണ്. 2024 ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ്? പാരീസ്. ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ വെച്ചാണ് 2024 ഒളിമ്പിക്സ് നടക്കുന്നത്. ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ല് ഏതാണ്? ഉളിപ്പല്ല്. ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ല് ഉളിപ്പല്ലാണ്.
മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്. കേരളത്തിലെ ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മഞ്ജു വാര്യർ. കേരളത്തിലെ ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ മഞ്ജു വാര്യറാണ്. കേരളത്തിലെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം പാലക്കാട് ജില്ലയിലെ മുതലമടയാണ്. കേരളത്തിലെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം പാലക്കാട് ജില്ലയിലെ മുതലമടയാണ്. ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? KJ യേശുദാസ്. ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ KJ യേശുദാസ് ആണ്. അന്താരാഷ്ട്ര മോൾ ദിനം എന്നാണ്? ഒക്ടോബർ 23. അന്താരാഷ്ട്ര മോൾ ദിനം ഒക്ടോബർ 23 ആണ്. ജലത്തിന് ഏറ്റവും കൂടിയ സാന്ദ്രതയുള്ള താപനില എത്രയാണ്? 4 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിന് ഏറ്റവും കൂടിയ സാന്ദ്രതയുള്ള താപനില 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് എന്താണ്? ഡയോപ്റ്റർ. ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ നീരാവി കൊണ്ടുള്ള പൊള്ളൽ ഗുരുതരമാകുന്നതിന് കാരണമെന്താണ്? ലീനതാപം. തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ നീരാവി കൊണ്ടുള്ള പൊള്ളൽ ഗുരുതരമാകുന്നതിന് കാരണം ലീനതാപം മൂലമാണ്. ഘടകവർണ്ണങ്ങൾ കൂടിച്ചേർന്നാൽ സമന്നത പ്രകാശം ലഭിക്കുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഐസക് ന്യൂട്ടൺ. ഘടകവർണ്ണങ്ങൾ കൂടിച്ചേർന്നാൽ സമന്നത പ്രകാശം ലഭിക്കുമെന്ന് കണ്ടെത്തിയത് ഐസക് ന്യൂട്ടനാണ്. മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. മനുഷ്യൻ്റെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. ആകാശം നീലനിറത്തിൽ കാണപ്പെടാൻ കാരണം എന്താണ്? വിസരണം. ആകാശം നീലനിറത്തിൽ കാണപ്പെടാൻ കാരണം വിസരണം മൂലമാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്ത നക്ഷത്രം ഏതാണ്? സൂര്യൻ. ഭൂമിയുടെ ഏറ്റവും അടുത്ത നക്ഷത്രം സൂര്യനാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന ആകാശഗോളം ചന്ദ്രനാണ്. കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. കേരളത്തിൽ ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള തടാകം സ്ഥിതി ചെയ്യുന്നത് മേപ്പടിയാണ്. വയനാട് ജില്ലയിലെ മേപ്പടിയിലുള്ള തടാകമാണ് ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള തടാകം. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് ഏതാണ്? മഞ്ചേശ്വരം. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരമാണ്. സ്വത്തവകാശത്തെക്കുറിച്ച് നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വകുപ്പിലാണ് പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 300A. സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 300A ആണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 326. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 326 ആണ്. രാജ്യസഭ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 30 വയസ്സ്. രാജ്യസഭ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ എന്നീ തസ്തികയിൽ എത്താൻ വേണ്ട കുറഞ്ഞ പ്രായം 35 വയസ്സാണ്. ലോക്സഭാ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 25 വയസ്സാണ്. രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? 6 വർഷമാണ്. ഇന്ത്യയിൽ ദേശീയ നിയമദിനമായും ഭരണഘടനാ ദിനമായും ആഘോഷിക്കുന്ന എന്നാണ്? നവംബർ 26. ഇന്ത്യയിൽ ദേശീയ നിയമദിനമായും ഭരണഘടനാ ദിനമായും ആഘോഷിക്കുന്നത് നവംബർ 26 ആണ്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച ആദ്യ വ്യക്തി ആരാണ്? ഷാഹിദ് റാസ ബെർണൈ. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച ആദ്യ വ്യക്തി ഷാഹിദ് റാസ ബെർണൈയാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് ആണ്. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഭാഗം 4 നിർദ്ദേശക തത്വങ്ങളിൽ. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം 4 നിർദ്ദേശക തത്വങ്ങളാണ്. കൊച്ചി മെട്രോ ഇന്ത്യയിലെ എത്രാമത്തെ മെട്രോ സർവീസാണ്? 8ാമത്തെ. കൊച്ചി മെട്രോ ഇന്ത്യയിലെ 8ാമത്തെ മെട്രോ സർവീസാണ്. ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.